വിദ്യാഭ്യാസ രംഗത്ത് 19 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജയകൃഷ്ണ വിദ്യാഭവൻ മുന്നേറുന്നു. പാരലൽ കോഴ്സുകളും ആരംഭിച്ചിരിക്കുന്നു. ജയകൃഷ്ണ വിദ്യാഭവൻ, പഴയന്നൂർ, തിരുവില്ലാമല. എളനാട് VFPCK സ്വാശ്രയ കർഷക സമിതിയുടെ 18ാം വാർഷിക പൊതുയോഗം പ്രൗഢമായി. എളനാട് കുന്നംപുറം സമിതി മന്ദിര ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗമായ ടീച്ചർ നിർവഹിച്ചു. ഇവിടെ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇതിൽ പോർട്ടല് കാണാൻ കഴിഞ്ഞു. അപ്പോൾ കർഷകർക്ക് ഏതെല്ലാം തരത്തിലുള്ള സഹായം എത്തിക്കാവോ, അതുപോലെ വായ്പകൾ അനുവദിച്ചുകൊണ്ട് ഒക്കെ ഉള്ള പിന്നെ അത് കൃത്യമായ തിരിച്ചടവും ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പോർട്ടലിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ കർഷകർക്കുള്ള ഒരു ദുഃഖം എന്ന് പറയുന്ന പഴയ കർഷകരാണ് ഇപ്പോഴും ഇവിടെ കൂടുതലായിട്ടുള്ളത്. പുതിയ കർഷകർ ഈ മേഖലയിലേക്ക് വരുന്നില്ല. അവർക്ക് ഇത് കൊണ്ട് നടക്കുമ്പോൾ ഉള്ള പഴയ ഒരു ആദായം കിട്ടാത്തതിൻ്റെയും മറ്റ് വന്യജീവികളുടെ ശല്യം, അതേപോലെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന കൃഷിനാശം, ഇതൊക്കെ അവരെ നല്ലവണ്ണം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമുക്ക് പുതിയ കർഷകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞാലാണ് ഈ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതുമായി യോജിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഇനി ഇത് കുറച്ചും കൂടി ആദായകരമാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. പഴയ രീതിയിലുള്ള കൃഷിയുമല്ല, ആ രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമല്ല ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളതാണ്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ഒക്കെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. അതിനൊക്കെ വേണ്ടത് എന്താ വെച്ചാൽ ഒരു പുതുതലമുറ ഈ മേഖലയിലേക്ക് വരേണ്ടതുണ്ട്. സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് M. പൊന്നുമണി അധ്യക്ഷനായിരുന്നു. വില ലഭിച്ചെങ്കിലും ഉൽപാദനത്തിൽ വളരെ പുറകിലാണ്. അപ്പൊ അത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പൊ കൊണ്ടുവരുന്ന കൃഷിക്കാർ തന്നെ ഈ വർഷം ചെയ്തു, അടുത്ത കൊല്ലം ഇല്ല. ഒന്നാം കൃഷിയിൽ 1 കിലോ പോലും കിട്ടാത്ത കൃഷിക്കാർ ഇവിടെ ഉണ്ട്. സ്വന്തമായിട്ട് എല്ലാ പണിയും ചെയ്തിട്ട്. പക്ഷെ എല്ലാവർക്കും കൃഷിയോട് വിമുഖത വരാനുണ്ടായ സാഹചര്യം അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വിലയോ ലഭിക്കുന്നില്ല. ഇപ്രാവശ്യം ഒരുവിധം വില ലഭിച്ചാലും വിളവുണ്ടായില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൃഷിക്കാരൻ എപ്പോഴും പരാജയത്തിന്റെ വക്കിലാണ് കൃഷിക്കാരൻ നിൽക്കുന്നത്. സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൃഷിക്കാരത് നേരിട്ടെത്തുന്നത് വളരെ പരിമിതമാണ്. എന്തായാലും കൃഷിക്കാർ എന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ കൂടിയാണ് കർഷകർ കടന്നു പോകുന്നത്. വൈസ് പ്രസിഡന്റ് KK സുന്ദരൻ, VFPCK ഡെപ്യൂട്ടി മാനേജർമാരായ അനുപമ, ലാലു രാജീവ്, ട്രഷറർ MV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. എളനാട് സ്വാശ്രയ കർഷക സമിതി സെക്രട്ടറി PM മോനിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VFPCK ജില്ലാ മാനേജർ അംജ AA പദ്ധതി വിശദീകരണം നടത്തി. ചടങ്ങിൽ വെച്ച മികച്ച കർഷകരെയും ഗ്രൂപ്പിനെയും ആദരിച്ചു. ഏറ്റവും മികച്ച CCV ന്യൂസ്, പഴയന്നൂർ.